ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചെമ്മീൻ ഗ്രേവിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ചെമ്മീൻ ഗ്രേവി അതേ ടേസ്റ്റോട് കൂടി തന്നെ വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചെമ്മീൻ ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകം ചേർക്കാം. വലിയ ജീരകം ഒന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു 3 സവാള നൈസായിട്ട് കട്ട് ചെയ്തതും 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും ഇഞ്ചിയും കൂടി ഒരു 3 മിനിറ്റ് ഓയിലിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും നമ്മൾ 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ കയ്യിലില്ലെങ്കിൽ സാധാരണ മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 3 പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. മറ്റു പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്നേ വരെ ചെമ്മീൻ ഗ്രേവി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചെമ്മീൻ ഗ്രേവിക്ക്. പൊടികളെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് 1.5 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വീണ്ടും നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയുടെ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. 3/4 കിലോ അളവിലുള്ള ചെമ്മീനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. ചെമ്മീൻ ഗ്രേവി നമ്മൾ കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചും 3 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുമാണ് ഈ ഗ്രേവി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചെമ്മീൻ ഗ്രേവിക്ക്. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.